എങ്ങനെയുണ്ട് തുടരും? ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടരുന്ന പേര് തള്ളിയിട്ട് കാര്യമില്ല. ടൈറ്റിലെ ആദ്യത്തെ ഊവിൻ്റെ ഊ ഫോണ്ട് പഴയ ഫോണ്ടിലും പിന്നെ ലാസ്റ്റ് രുമ്മെന്ന് എഴുതിയത് പുതിയ ഫോണ്ടിലുമാണ്. അപ്പോൾ ഇതൊരു ബ്രില്യൻസ് ആണോ? ഇതൊരു ബ്രില്യൻസ് തന്നെയാണ്. ഭയങ്കര കുറേ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടെത്തി വെച്ചിരുന്നത്. ഫാമിലി ഡ്രാമ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ 16+ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണേ. അപ്പോൾ കുട്ടികളെ കൊണ്ട് വന്ന് കാണാൻ പറ്റാത്ത ഇനി US16+ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് വരണോ വേണ്ടയോ എന്നുള്ള പൊതുബോധമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിനിടയിലുണ്ട്. ഇനി ഞാനിത് ഇവിടെ ഇരുന്ന് പറയണം. നമ്മൾ ആർക്കും ആക്ഷൻ വിളിക്കാൻ പോകുന്നത്? നമ്മൾ മോഹൻലാലിനും ശോഭനയ്ക്കുമാണ് ആക്ഷൻ വിളിക്കാൻ പോകുന്നത്. ലാൽസർ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ലാൽസർ ഇങ്ങനെ ബാക്കിൽ നമ്മുടെ കസേര ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡൺ എന്നാണ് പറയാം. ഡൺ. അപ്പം സർ ഡൺ എന്ന് പറഞ്ഞു. ഞാൻ ആ ഡൺ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. നമ്മൾ ആ ഡൺ 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 ഇതിനകത്ത് ലാലേട്ടൻ മഴയത്ത് നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ശരിക്കും മഴയല്ല, ആർട്ടിഫിഷ്യൽ റെയിനാണ് അത്. പുള്ളി നിന്ന് ഫസ്റ്റ് റെയിൻ ഓൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി നിന്ന് നനഞ്ഞി ഫസ്റ്റ്. എന്നിട്ടാണ് പുള്ളി ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നൊരു ആ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ നനയിക്കണോ ഷോട്ടിന്? പുള്ളിക്ക് ഇങ്ങനെയൊക്കെയല്ലേ നനയാൻ പറ്റുള്ളൂ നനഞ്ഞോട്ട്. സിനിമയിൽ ലാലേട്ടൻ്റെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ മാല ഇപ്പോൾ ചേട്ടൻ്റെ കഴുത്തിലുണ്ട്. എന്താണ് ഈ മാല കണക്ഷൻ? വൈക്കം വിജയലക്ഷ്മിയും ഞാനും കൂടെ ഒരു സ്റ്റേജിൽ വിജയലക്ഷ്മി ഇടയ്ക്ക് ചോദിച്ചു മമ്മൂക്ക വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിക്കാറുണ്ട് എന്ന് ചുമ്മാ ഒരു തട്ടം കൊണ്ട് തട്ടി, ചുമ്മാ തള്ളാലോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്കൊന്ന് വിളിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പണിപാളി. അപ്പോൾ കുറച്ചിടയ്ക്ക് ഞാൻ സ്റ്റേജിൽ നിന്ന് ഒരു റിങ് അടിച്ച് മമ്മൂക്ക എടുത്തില്ല, പിക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഒരു വൈകുന്നേരം 6 മണിയായപ്പോഴും മമ്മൂക്ക കോളിങ്. എന്താണ് മിസ്റ്റർ മൂർത്തി, കഥയായോ? വിദ്യാഭ്യാസം കുറഞ്ഞ മോഹൻലാലിനെ അല്ലെ ലാലേട്ടനെ പേടിക്കണമെന്നൊരു കമന്റ് ഉണ്ട്. ലാലേട്ടൻ ഒരു സിനിമയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. അല്ലാണ്ട് അത് വിദ്യാഭ്യാസം ഉള്ളതായാലും വിദ്യാഭ്യാസം ഇല്ലാത്തതായാലും പേടിക്കണേക്കാൾ ഉപരി നമ്മൾ സന്തോഷിക്കണം. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫാമിലി ഡ്രാമ ആണ് ഈ സിനിമ. ഫാമിലി ഡ്രാമ എന്ന് വെച്ചാൽ അത് ഫീൽ ഗുഡ് അല്ല. നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ ഇരിക്കുന്നതില് തുടരും സിനിമ കണ്ട 2 പേരുണ്ട്. അത് നിങ്ങൾ 2 പേരും തന്നെയാണ്. ഡയറക്ടറിന്റെ അടുത്തും കോ ഡയറക്ടറിന്റെ അടുത്തും ചോദിക്കാം, എങ്ങനെയുണ്ട് തുടരും? ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടരുന്ന പേര് തള്ളിയിട്ട് കാര്യമില്ല. ഞങ്ങള് അല്ല, ഔട്ട് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തേ? വിചാരിച്ച കണക്ക്? പ്രൗഡ്. ഞാൻ പേഴ്സണലി വളരെ പ്രൗഡായിട്ടൊരു സിറ്റുവേഷനിലാണ്. നീ ഇതെങ്ങനെ ഹാപ്പിയാണ്, പ്രൗഡാണ്. സെയിം ലൈക്ക് നമ്മള് വിചാരിച്ച ലെവലിലും സിനിമ വന്നിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഭയങ്കര ഒബ്സർവർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് തരുൺ ചേട്ടൻ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ജാവയില് വർക്ക് ചെയ്ത ടീമിലുണ്ടായിരുന്ന കുറച്ച് പേര് പറഞ്ഞു ഭയങ്കര ഒബ്സർവർ ആണ്. വഴിക്കൂടെ തന്നെ ഇങ്ങനെ വഴിക്കൂടെ പോകുന്നവരെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും നോക്കും, വാച്ച് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്പാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇയാളെ കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാസ്റ്റ് ചെയ്യും. ഒരുപാട് പേര് അങ്ങനെ ജാവയില് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തുടരും അങ്ങനെ ഇൻസ്റ്റന്റ് കാസ്റ്റിംഗ് വല്ല സംഭവിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റന്റ് കാസ്റ്റിംഗ് ഇൻ ദ സെൻസ് ഇപ്പം രാവിലെ നമ്മൾ ഇത്ര ആളുകൾ വേണം എന്നൊക്കെ നമ്മളൊരു ലിസ്റ്റ് നമ്മൾ ഇപ്പം ഡയറക്ഷൻ ടീം ഹെഡാണ്, അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഇത്ര ആൾക്കാരുടെ ആണ് നമ്മൾ നോക്കുന്നത് പറയുമ്പോൾ കുറേ ആൾക്കാരെ രാവിലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമല്ലോ. അപ്പം അതിൽ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നിർത്തേണ്ട ആളുകൾ എന്നുള്ള രീതിയിൽ ഇയാളെ നമുക്ക് മുന്നേ നിർത്താം, ഇയാളെ കൊണ്ടൊക്കെ ഡയലോഗ് പറയിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സൗദിയിലും ജാലൊക്കെ ചെയ്ത പോലത്തെ അത്രയും പരാക്രമങ്ങൾ സമയം കിട്ടിയില്ല ലാലേട്ടനെ കൊണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇതിലേക്ക് കിട്ടിയിട്ടില്ല. എന്നാലും സ്ട്രീറ്റ് കാസ്റ്റിംഗ് രീതിയിൽ ചില റിയാക്ഷൻസ് ഒക്കെ ഇടാനായിട്ട് ചില ആളുകളെ അവർക്ക് വേണ്ടി തന്നെ ക്ലോസുകൾ വെക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ 2 ആർട്ടിസ്റ്റുകൾ അവിടെ അവർക്ക് ഭയങ്കര ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ എന്നെ ഇങ്ങനെ നോക്കും, എന്തിനാടാ ഇതിങ്ങനെ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകൾ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും ഇത് അത്രയും റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു ടൈം വേസ്റ്റ് ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിരുന്നു. കുറച്ചും അത്രയും എക്സ്പെരിമെന്റിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പേഴ്സണലി ആസ് എ ഡയറക്ടർ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ റിസ്കുകളൊന്നും എടുത്തിട്ടില്ല. ആദ്യമേ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു, ഇത് തന്നെ ആൾക്കാരാന്നുള്ളത്. മറ്റേ സിനിമകളിൽ അങ്ങനെയല്ലായിരുന്നു, അവനെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഒബ്സർവ് ചെയ്ത് പിക്ക് ചെയ്ത് ലൈക്ക് ഇവന്റെ കണ്ണിൽ ഇങ്ങനെ കുടുങ്ങുന്നതാണ്. അപ്പൊ ലൈക്ക് മോസ്റ്റ് ഓഫ് ലൈക്ക് ഇവനെ ആൾക്കാരെ കിട്ടുന്നത് അവരെ രൂപത്തിൽ നിന്നാണ്. അയാൾ ഡയലോഗ് പറയുമോ അല്ലെങ്കിൽ അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് വരെയുള്ള ചോദ്യമില്ല. അയാള് താല്പര്യം എന്നൊക്കെ രണ്ടാമത്തെ വിഷയം. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരിടത്ത് ലോജിക്കൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഇത് തീർക്കാം പാക്ഡ് ആയിട്ട്. ഒരാളത്ത് ഇമോഷണൽ ബ്രെയിൻ ആണ്, എങ്ങനെയാണ് ഇതിനെ കൊണ്ട് ഇതിനൊക്കെ ചെയ്തിപ്പിച്ചെടുക്കാറുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ജാവ, അതിനുശേഷമുള്ള സൗദി വെള്ളക്ക, അതിനുശേഷം ഈ വരുന്ന സിനിമ തുടരും, എങ്ങനെയാണ് ഇതില് വർക്ക് ആയേക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ? ലൈക്ക് തരുൺ അത് ലൈക്ക് ആസ് എ ഡയറക്ടർ ലൈക്ക് പുള്ളി ആ വിഷനിൽ തന്നെയായിരിക്കും. അപ്പം സോ ലൈക്ക് എനിക്ക് ഞാനും സൈഡിൽ കസാലിട്ട് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പണി പാടും. അപ്പം ലൈക്ക് അതിൻ്റെ ഒരു അലേർട്ട്നെസ് ഞാൻ ഇടക്കിടക്ക് കൊടുക്കും. തന്നെ നമുക്കത് കഴിഞ്ഞ് ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞത് തീർത്തില്ലെങ്കിൽ നാളെ ഡേറ്റിന് ഇഷ്യൂ വരുന്നുണ്ട്, അത് റിമൈൻഡ് ചെയ്യിക്കുക എന്നുള്ളൊരു ജോലിയും കൂടി എനിക്കുണ്ട്. കാരണം എനിക്കങ്ങനെ സ്കോട്ട് ഫ്രീ ആയിട്ട് തരുൺ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അങ്ങനെ വിട്ട് കഴിഞ്ഞാലും തരുൺ ഇങ്ങനെ ചോദിക്കും, ഇന്ന് എത്ര സമയം കിട്ടും നമുക്ക് ചോദിക്കും. ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. കാരണം ആദ്യമേ ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ റെസ്ട്രിക്റ്റഡ് ആവും. അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്ന് പറയും, പിന്നെ ഞാൻ പോയിട്ട് കുഴപ്പമുണ്ടെന്ന് പറയും. സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബിനിച്ചേട്ടൻ ഏതൊരു പെർട്ടിക്കുലർ വീട്ടിൻ്റെ അകത്ത് ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കണ്ടപ്പോഴത്തേക്കും, വീടിൻ്റെ അകത്ത് തന്നെ പെർട്ടിക്കുലർ ലൊക്കേഷൻ കണ്ടപ്പോൾ ഈ സ്പേസ് ഞാൻ അതൊരു യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഓൺ സ്പോട്ടിൽ തന്നെ ഞാൻ ഒരു സോങ്ങിലെ കട്ടാണ് ഞാൻ ലാൽസാറിൻ്റെ മകനായിട്ടും മകളായിട്ട് അഭിനയിക്കുന്നവരെ കൊണ്ടൊരു സീക്വൻസ് ഓൺ സ്പോട്ടിൽ. അപ്പം ഞാൻ ബിനിച്ചേട്ടൻ്റെ അണ്ടറിൽ കുറച്ച് ആളുണ്ടല്ലോ, അപ്പം അവരിങ്ങനെ അവരോട് പറയുന്നത് ഈ സീക്വൻസ് നമ്മൾ ബിനിച്ചേട്ടനൊക്കെ പറഞ്ഞിട്ടില്ല, ബിനിച്ചേട്ടൻ അവിടെ അപ്പുറത്തെ അടുത്ത പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മിണ്ടണ്ട ഇത് ഷൂട്ട് ചെയ്യാം പുള്ളിയോട് മിണ്ടണ്ട, പുള്ളി അവിടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെന്നാൽ പോരുന്നേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ട് ആർട്ടിസ്റ്റുകളും കൂടി ഇങ്ങനെ തിത്തേ അത് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പുള്ളി അവിടെ നിന്ന് വന്ന് ആദ്യം എൻ്റെ കീഴിൽ ഈ സീൻ എന്താണോ എന്നോട് പറയാഞ്ഞെന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി. പിന്നെ അത് ആക്ഷൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തു, സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ കുക്കിംഗ് പഠിക്കുക എന്ന് പറയുന്ന പോലെയാണ് ലാലേട്ടന്റെ സിനിമകൾ കണ്ടിട്ടാണ് ഡയറക്ഷനിലേക്ക് ഇറങ്ങിയതെന്ന് തരുൺ ചേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫൈനലി ഇപ്പൊ ലാലേട്ടനെ വെച്ചിട്ട് ഒരു പടം ഡയറക്ട് ചെയ്തേക്കാണ്. സോ അങ്ങനെ നോക്കുമ്പോ ഒരു ശരിക്കും വാട്ട് ഡിഡ് യു ഫീൽ? അത് ലാലേട്ടനോട് തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ ഇടയ്ക്കൽ ഒരു ദിവസം നമ്മളൊരു സീക്വൻസ് എടുക്കുന്ന ഇടയിൽ ഞാനിങ്ങനെ നമ്മുടെ ആ കാർ ഷെഡ് അവിടെ ഉണ്ട് വീടിന്. അപ്പം ആ ഷെഡ് ഞാൻ ലാലേട്ടൻ ഇരിക്കുന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് ലാലേട്ടൻ ചോദിച്ചു, ആഷിഖിൻ്റെ കൂടെ ആയിരുന്നു തരുന്നത്. അപ്പം ബിനു ഇപ്പോൾ ഓൾറെഡി ആഷിഖ് അബുവിൻ്റെ ഒരു അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് അവർ ടീമിൽ നിന്ന് വന്നതാണ്. അപ്പം പിന്നീടാണ് എൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഞാനും അങ്ങനെ വന്നതാണോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അല്ലല്ല, ഞാൻ അങ്ങനെ ഒരു സെൽഫ് തോട്ട് ഡയറക്ടറാണ്, ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നവനാണ്. ഈ പറയുന്ന പോലെ ഞാൻ ലാലേട്ടൻ്റെ സിനിമകളൊക്കെ കണ്ട് അത് ചെയ്ത സംവിധായകരെ പറ്റി പഠിച്ച് ആ സീനുകൾ എങ്ങനെ ചെയ്തു, ആ ഡ്രാമ എങ്ങനെ വർക്കൗട്ടായി. അത് അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം മുതൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ, പ്രിയദർശൻ, സത്യനന്ദിക്കാട്, അതൊരു ബ്രാൻഡാണ്. അവർക്കൊരു വിശ്വാസമാണ് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിരാശപ്പെടില്ല എന്ന് പറഞ്ഞൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട്. അപ്പം നമ്മൾ വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ അവർ പോകുന്ന സ്കൂട്ടറിൻ്റെ ബാക്കിലൊക്കെ നമ്മളെ ഇരുത്തി കൊണ്ടുപോയി നമ്മൾ കാണുന്നതൊക്കെ ഈ സിനിമകളാണ്. ഒരു ലൈഫിൻ്റെയൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിൽ മറ്റ് നടന്മാരുണ്ടെന്നും അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർമാരുണ്ടെന്നും ഇങ്ങനത്തെ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഇത്ര ഭ്രാന്ത് പിടിച്ചൊരു ഹരമുള്ളൊരു സ്ഥലമാണെന്നൊക്കെ മനസ്സിലായി. അപ്പം എൻ്റെ വളരെ ചൈൽഡ്ഹുഡിൽ തന്നെ എന്നിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ഒരു മുഖമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. അതൊരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇത്രവേറെ ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു തലമുണ്ടെന്ന് ആദ്യം എന്നെ മനസ്സിലാക്കി തന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആളാണ്. പിന്നീടാണ് ഇതിൻ്റെ ഒരു ഹരം മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ക്യാമറാമാനുണ്ട്, ഇതിൻ്റെ ഒരു എഡിറ്ററുണ്ട്, ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കോ ആർട്ടിസ്റ്റുകളുണ്ട്, സഹനടന്മാരുണ്ട്, അങ്ങനെ ഒരു വലിയ ടീമാണെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഞാനൊരു ചിലപ്പോൾ ഒരു ഹൈസ്കൂളൊക്കെ എത്തിയതിന് ശേഷമായിരിക്കും. അതിനു മുമ്പ് വരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മാത്രം ഇമോഷൻ കണ്ടാണ്. മോഹൻലാലും ശ്രീനിവാസനും ഒക്കെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അത് പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ
അങ്ങനെ സംഭവം നമ്മൾ ഇടയ്ക്കൊരു മാസ് തഗ് ഡയലോഗായിട്ട് പറയും ലാലേട്ടൻ കണ്ട സിനിമകൾ ലാലേട്ടൻ ചെയ്ത സിനിമകൾ കണ്ടുപിടിച്ചാണെന്നൊക്കെ ഒരു മാസിൽ പറയാമെന്നുണ്ടെങ്കിലും എൻ്റെ എക്സാക്ട് പരിപാടി ഇതാണ്. നമ്മൾ ചെറുപ്പം പോലെ കണ്ട സിനിമകൾ ഇതായതുകൊണ്ടാണ്. ഇതിപ്പോ ലാലേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചത് മമ്മൂക്കയാന്ന് പറഞ്ഞു. മമ്മൂക്ക വിളിച്ചിട്ട് എടാ നമുക്ക് അടുത്ത പടം ചെയ്യണ്ടടാന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഈ മമ്മൂക്കേനെ വെച്ചിട്ടുള്ള നെക്സ്റ്റ് ഫിലിം മൈൻഡിലുണ്ടോ? ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ഭാഗത്ത് പടം കൊള്ളാം, വൈക്കത്ത് എവിടെയാണ് എന്നാണ് ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് ഇങ്ങനെ വൈക്കം ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, താങ്ക് യു മമ്മൂക്ക എന്നുള്ള നമ്പർ സേവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. പിന്നെ ഒരിടയ്ക്ക് ഞാനും ബെൻചാനും കൂടി ഈ CBIയുടെ സെറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് മമ്മൂക്ക കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളുടെ സിനിമ ജാവ ഇറങ്ങിയ സമയം, അപ്പോൾ ജാവ വളരെ നല്ലതായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് അവരുടെ ഉള്ള ക്രൂവിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾക്കൊരു അഭിനന്ദനം കിട്ടി. അപ്പോൾ അത് ഭയങ്കര ഒരു ഹരം കിട്ടുന്നൊരു പരിപാടിയായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ സൗദി വെള്ളയ്ക്ക കഴിഞ്ഞതിന് ശേഷം, സൗദി വെള്ളയ്ക്ക റിലീസാകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് ഒരു 2-3 മാസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം റിലീസ് ഡേറ്റ് പ്രോപ്പറായിട്ട് വന്ന് വീഴാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൻ്റെ സമയത്തൊരു ഓണം ടൈമിലാണ് ഈ മമ്മൂക്ക മെസ്സേജ് അയക്കുന്നത്, നമുക്കൊരു പടം ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം കൈയും കാലും മറിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ 2-3 തോട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു മെറ്റീരിയൽസ് ആയിട്ടില്ല, ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ഒരു സ്ക്രീൻ പ്ലേ ആക്കിയതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചത് അവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ നിർത്തി. ഇടയ്ക്ക് വൈക്കം വിജയലക്ഷ്മിയും ഞാനും കൂടെ ഒരു സ്റ്റേജിൽ, ഞാൻ വൈക്കത്ത് തന്നെ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യണം, വൈക്കം വിജയലക്ഷ്മി എൻ്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി ഇടയ്ക്ക് ചോദിച്ചു മമ്മൂക്ക വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിക്കാറുണ്ട് എന്ന് ചുമ്മാ ഒരു തട്ടം കൊണ്ട് തട്ടി, ചുമ്മാ തള്ളാലോ നിർത്തി. അയ്യോ എനിക്കൊന്ന് വിളിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ട് പണിപാളി. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട്, അപ്പം വിജയലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്, ഒന്ന് വിളിക്കാം മമ്മൂക്കയോട് സംസാരിക്കണം. അപ്പോൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേജിൽ ഇരുന്ന് ഒരു റിങ് അടിച്ച് വളരെ ബുദ്ധിമുട്ടി. അപ്പം മമ്മൂക്ക പിക്ക് ചെയ്തില്ല. അപ്പം ഞാൻ വിജയലക്ഷ്മി പറഞ്ഞു എടുക്കുന്നില്ല, ചിലപ്പോൾ തിരക്കായിരിക്കും. വിജയലക്ഷ്മി അയ്യോ ഒന്നും കൂടി വിളിക്കുന്നു. ഞാൻ പിന്നെ ഡെയിലി ചെയ്തില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഒരു വൈകുന്നേരം 6 മണിയായപ്പോഴത്തേക്കും മമ്മൂക്ക കോളിങ് തിരിച്ച്. വിജയലക്ഷ്മിയില്ല, ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ മമ്മൂക്ക എന്താണ് മിസ്റ്റർ മൂർത്തി കഥയായോ? കഥ ആയില്ല മമ്മൂക്ക. ഞാൻ വിജയലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാമിലിരിക്കും. വിജയലക്ഷ്മി മമ്മൂക്കയുടെ ഓക്കെ വിജയലക്ഷ്മിനെ ഞാൻ വിളിച്ചോളാം കേട്ടോ. പക്ഷെ എന്നാലും ആദ്യത്തെ ചോദ്യം എന്താണ് മിസ്റ്റർ മൂർത്തി കഥയായോ എന്നുള്ളതായിരുന്നു. ഒരിടയ്ക്ക് പിന്നെ സിനിമ ഇറങ്ങി, സിനിമയുടെ നല്ല അഭിപ്രായം വന്ന സമയത്തും ഒരു മെസ്സേജ്, നല്ല റെസ്പോൺസ്. പിന്നെ നമുക്ക് സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തും നാഷണൽ അവാർഡ് കിട്ടിയ സമയത്തും ഒക്കെ മമ്മൂക്കയുടെ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു മെസ്സേജ് വരാറുണ്ട്. അതൊരു ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. അപ്പം പക്ഷെ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ മുതിരാറില്ല, അല്ലെ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ച് കഥയായി എന്ന് പറയാൻ മുതിരാറില്ല. കാരണം ഒരു കോൺഫിഡൻസ് കുറവ്. മമ്മൂക്കേനെ പോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു ആക്ടറിൻ്റെ അടുക്കൽ പോയി നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഈഗർലി വെയിറ്റിംഗ് ആണ് കഥയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയും ഞങ്ങളൊക്കെ. അറിയില്ല, അത് നല്ല എക്സൈറ്റിംഗ് ആയിട്ടൊരു കഥ വന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും മമ്മൂക്കടുക്കെ പോകില്ല. എനിക്ക് ആ മമ്മൂക്കയുടെ സിനിമ ചെയ്യുവാണെങ്കിൽ അതൊരു എനിക്ക് പേഴ്സണൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ജേണി ഷൂട്ടിങ്ങിലും ആ സിനിമയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിന് ഭയങ്കര എന്താ പറയുക, അതൊരു ഭയങ്കര അർത്ഥമില്ലാത്ത യാത്രയായി പോകും. തരുണേട്ടൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അത് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിനുചേട്ടൻ പറയാം. ഇതിനകത്ത് ഒരു ബ്രില്യൻസിനെ കുറിച്ചാണ് തോന്നിയൊരു സംഭവമാണ്. പല റൂമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടൈറ്റിലെ ആദ്യത്തെ തൂവിന്റെ ഫോണ്ട് പഴയ ഫോണ്ടിലും പിന്നെ ലാസ്റ്റ് റുമെന്ന് എഴുതിയത് പുതിയ ഫോണ്ടിലുമാണ്. അതുപോലെ അതിന്റെ റുമ്മിന്റെ ഇടയ്ക്ക് ഒരു തുന്നിക്കെട്ടിലും ഉണ്ട്. അപ്പൊ ഇതൊരു ബ്രില്യൻസ് ആണോ? കഥയായിട്ട് എന്തെങ്കിലും ഇല്ല, ഞാൻ പറയില്ല. ഇതൊരു ബ്രില്യൻസ് തന്നെയാണ്. ഭയങ്കര കുറെ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടെത്തി വെച്ചിരുന്ന ആ രഹസ്യം എന്നോടൊപ്പം. അല്ല, നമ്മളൊരു സിനിമയുടെ ഒരു ടൈറ്റിൽ ചെയ്യുമ്പം വെറുതെ ഒരു ടൈറ്റിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ കഥയുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അത് മെറ്റഫറിക്കലി യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് മെറ്റഫർ യൂസേജ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാനപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റിനോടായാലും, ഇപ്പം കോസ്റ്റ്യൂമിനോടായാലും, നമ്മൾ യൂസ് ചെയ്യുന്ന പാലറ്റുകളായാലും ആർട്ടിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടികളായാലും ഡീറ്റെയിലിങ്ങുകൾക്ക് വേണ്ടി ഒരു പിടുത്തമുണ്ട് എനിക്ക്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പോസ്റ്റർ ഡിസൈനിങ്. ഈ പറയുന്ന തുടരും എന്ന് പറഞ്ഞ ഒരുപാട് എൻ്റെ മനസ്സിൽ ഞാൻ അവർക്ക് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാലും തുടരും വായിക്കാൻ പറ്റണം, അത്രയേറെ വലിപ്പത്തിൽ അഭിമാനത്തോടെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കണം തുടരുമിൻ്റെ ഫോണ്ട്. അപ്പം അങ്ങനെയാണ് ആദ്യം ഒരു വലിയ ലിപികളിൽ തുടരും എഴുതാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇത് എന്താ പറയുക,
ജനറേഷൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു എന്താ പറയുക, ലെജൻഡറി ആയിട്ടുള്ള ജനറേഷൻ്റെയും വളരെ യങ് ജനറേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിറ്റററി. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അത് ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തന്നെ റീഡ് ചെയ്യാം. സിനിമയിലും അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ട്. ഈ മെമ്മറീസ്, ജനറേഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ വളരെ ആഴത്തിൽ കാണുന്ന കുറേ മനുഷ്യരുടെ കഥയാണ്. അപ്പം പുതിയതും പഴയതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ സിനിമയ്ക്ക്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നമുക്ക്. 25-ാം തീയതി കാണാം. ഈ ചോദ്യമാണോ ഞാൻ ഉത്തരം പറയേണ്ടത്? കഴിഞ്ഞ തന്നെ കാണുന്നില്ല. ഒരു ചോദ്യം കൂടി, ഇത് ബിനിച്ചേട്ടൻ്റെ അടുത്താണ്. ബിനിച്ചേട്ടൻ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതില് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ കാറാണ്. കാർ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് KL03 44 55 ആണ്. നമ്മുടെ രാജാവിന്റെ മകനിലെ 2255 അതുപോലത്തെ ഒരു നമ്പറാണ് എടുത്തിരിക്കുന്നത്. L4 ലാലേട്ടന്റെ L ആണോ എന്ന് എനിക്ക് അറിയില്ല, അതാണോ ഉദ്ദേശിച്ചതെന്ന്. ഈ പുതിയൊരു വേർഷൻ ഓഫ് ലാലേട്ടനെ, പഴയ ലാലേട്ടനെ എന്തിനാണ് പുതിയ വേർഷൻ ഓഫ് ലാലേട്ടനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമെന്നാണ് തരുമൂർത്തി പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പുതിയ വേർഷൻ ഓഫ് ലാലേട്ടൻ എന്നല്ലല്ലോ, കാരണം ഇതൊരു വേർഷൻ അല്ലല്ലോ, കമ്പ്യൂട്ടർ പുതിയ സോഫ്റ്റ്വെയർ ഒന്നല്ലല്ലോ. അപ്പം അതുകൊണ്ടാണോ ഈ 22 മാറ്റിയിട്ട് 44 ആക്കിയത്? 2255 നമുക്ക് വെക്കാൻ പറ്റുമോ? അല്ല, അത് ആ ഒരു ഫാൻ ബോയ് അല്ല ഇത് ഫാൻ ബോയ് എഗ്രി. പക്ഷെ നമുക്ക് അതെങ്കിലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഥ അതല്ലല്ലോ. അല്ല, അതിനകത്തൊരു ഫാൻ ബോയ് ഇതുണ്ടോ? ഫാൻ ബോയ്ഡ് അല്ല, അത് 2255 എന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരിക്കലും 2255 ആകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഫസ്റ്റ് കാർ ഒരു മാരുതി 800 ആണ് വീട്ടിലെ. അപ്പോൾ അതിൻ്റെ നമ്പർ 4455 ആണ്. അപ്പം ഞാൻ ആ ഒരു നൊസ്റ്റൂലാണ് എന്നോടുള്ളൊരു അങ്ങനെ ഒരു മൂവി ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് കാർ എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് 4455 ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഈ പറയുന്ന പത്തനംതിട്ട റാന്നി രജിസ്ട്രേഷൻ, ഈ പറയുന്ന പോലെ അത് L എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ ആ സമയങ്ങളിൽ ഇങ്ങനെ ഒരു വണ്ടി രജിസ്റ്റർ ആവണമെങ്കിൽ ഏത് കാറ്റഗറി നമ്പർ വരുന്നു നോക്കി. അപ്പം എൻ്റെ അസിസ്റ്റൻസ് ആർട്ട് നോക്കുന്ന അസിസ്റ്റൻസ് ചേട്ടാ ഇങ്ങനെ LMNOP എന്ന് പറയുന്ന നമ്പറുകൾക്കൊക്കെ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫ് കോഴ്സ് പിന്നെ L നമുക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് പറഞ്ഞു. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്ത് ഏതാണ്ടൊരു പകുതി, സിനിമയുടെ ഷൂട്ടിംഗ് പകുതി എത്തിയ സമയത്ത് ഒരു ദിവസം ലാലേട്ടൻ പറഞ്ഞു എൻ്റെ അംബാസഡർ കാർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പഴയ ഞാൻ കണ്ടപ്പം ഒരു ബ്ലൂ കളർ ഒരു പ്രത്യേക കളറുള്ളൊരു വണ്ടിയാണ് അംബാസഡർ കാർ. ലാലേട്ടൻ അത് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഭയങ്കര ഒരു രസമുള്ളൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണിച്ച് ഞാൻ നോക്കുമ്പോൾ ആ കാറിന് നമ്പർ 4455. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഈ കാറിൻ്റെ നമ്പർ 4455 ആണ്. സാർ അതറിയില്ലേ? ഞാനോട് നിങ്ങൾ അതറിഞ്ഞിട്ടാണ് ഇതിട്ടതെന്നാവും. നമ്മളതറിഞ്ഞിട്ടല്ലോ അതങ്ങനെ ഒരു കോയിൻസിഡന്റിൽ വന്ന് വീണാണ്. അപ്പം ലാൽ സാറിൻ്റെ ഫസ്റ്റ് കാർ സംതിങ് അംബാസഡർ കാർ ആയിരുന്നു. അപ്പം അത് നമ്മളറിയാണ്ട് എന്താ പറയുക, ഈ നേച്ചർ കൊണ്ടുവന്ന് വെക്കുന്ന ചില നേച്ചറിന്റെ പിന്നെ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നമ്പർ അങ്ങനെ. ഇതേപോലെ തന്നെ ഇപ്പം സിനിമയില് ലാലേട്ടന്റെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. അപ്പൊ അതേ മാല ഇപ്പൊ ചേട്ടന്റെ കഴുത്തിലുണ്ട്. എന്താണ് ഈ മാല കണക്ഷൻ? ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല. നമ്മള് ഇത് എന്റെ കഴുത്തിലുള്ളതാ. അതെ, എന്റെ കഴുത്തിലുള്ളതാണ്. നമ്മൾ ഈ ക്യാരക്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ലാലേട്ടന്റെ കോസ്റ്റ്യൂം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെമീറ പോയ സമയത്ത് ലാലേട്ടന്റെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഈ ക്യാരക്ടറിന് ഞാനൊരു മാല മേടിച്ചിട്ടുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് അയച്ചു നോക്കിയപ്പോ ഇതേമാതിരി തന്നെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ ഈ സിനിമക്ക് വേണ്ടിയിട്ട് ഞാൻ കഴുത്തിലിടാൻ മാല ഇത് പറ്റുമോ ഡയറക്ടറെ എന്ന് വെച്ചിട്ട്. അത് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്കൽ വന്നിട്ട് പുറകെ കൂടി വന്നിട്ട് തോണ്ടിയിട്ട്, സാറേ അതേ ഞാനേ ഒരു മാല വാങ്ങിയിട്ടുണ്ട്, ഇതാണ് ഇങ്ങനെ ഒരു മാലയാണ് സാർ, അത് ഞാൻ യൂസ് ചെയ്തോട്ടെ, അത് കുഴപ്പമുണ്ടാവില്ലല്ലോ. അതിപ്പം ഈ പറയുന്ന പോലെ കോയിൻസിഡൻസ് വന്നാണ്. എനിക്കും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കഴുത്തിൽ അങ്ങനെ ഒരു മാല, ഒരു സിൽവറിൻ്റെ ഒരു മാല അങ്ങനെ ഉണ്ട്. അത് ക്യാരക്ടറിൽ വന്നപ്പോഴത്തേക്കും അങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ യൂസ് ചെയ്തതായിരിക്കാം. പിന്നെ ഈ തുടരുന്ന സിനിമയില് എല്ലാവരും പറയുന്ന പോലെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും ശോഭന ചേച്ചി ഒരുപാട് കാലത്തിന് ശേഷം ഒരുമിച്ച് വരുന്ന ഒരു സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ശോഭന ചേച്ചി ഒരുപാട് കാലത്തിന് ശേഷം ഡബ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഫാക്ടർ, അതായത് ടു യൂസ് ദർ ഓൺ വോയിസ് എന്നുള്ളൊരു നിങ്ങളുടെ ഇടയിൽ ആരുടെ ഒരു ഐഡിയ ആയിരുന്നു? ഞാൻ പറയാം, എനിക്ക് കഴിഞ്ഞ സിനിമയിൽ സ്വന്തമായിട്ടൊരു സൗണ്ട് യൂസ് ചെയ്യാതെ തന്നെ പോലും ഞാൻ ഇറക്കിയിട്ട് എടുത്തതാണ്. എല്ലാ ആൾക്കാരും ഞാൻ വന്നവരും പോണവരൊക്കെ എന്തുകൊണ്ടാ ഉമ്മേനക്ക് പൊളിച്ച്. കാരണം ഞങ്ങള് കഴിഞ്ഞ സിനിമയില് സൗദി വെള്ളക്കയില്
പോളി ചേച്ചിയാണ് നമുക്ക് ഡബ് ചെയ്തത്. അപ്പം അതിന്റെ പേരിൽ പോളി ചേച്ചീനെ വളരെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ഉണ്ട് അത് പോളി ചേച്ചിയുടെ സൗണ്ടാന്നുള്ളത്. പോളി ചേച്ചീനെ അത്ര അങ്ങോട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ മനസ്സിലായവരൊക്കെ അത്യാവശ്യം റിവ്യൂ എഴുതുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവര് പിന്നെ നന്നായിട്ട് എയർ കയറ്റി വെച്ചത്. അതിനെ കൊണ്ട് ഈ പ്രാവശ്യം എല്ലാവർക്കും ശബ്ദം ഉണ്ടല്ലോ, അവരെന്നെ ഡബ് ചെയ്താൽ മതി. ആരും അതിന്റെ പേര് ചോദ്യം ചെയ്യാം. അതിന് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. ഈ പടത്തിന് വരാൻ പോകുന്നത് ഇത് ശോഭന ചേച്ചി ശബ്ദമല്ലോ, ശോഭന ചേച്ചി ശബ്ദം ശരിക്കും ഭാഗ്യലക്ഷ്മി ശബ്ദമല്ലേ എന്ന് പറഞ്ഞു വരും. അത് ശരിക്കും പറഞ്ഞ് ഇനി അങ്ങനത്തെ ഒരു ട്രോളുകളും നമ്മുടെ അടുക്കൽ വരേണ്ട. അവനവന്റെ ശബ്ദം അവനവൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ തെളിവ് എടുത്തു വെച്ചിട്ട് ഇപ്പൊ ബിനിച്ചേട്ടന് ഇപ്പൊ ഡിറക്ഷൻ സൈഡും ഉണ്ട്, ആക്ടിങ് സൈഡും ഉണ്ട്. ഒറ്റ വാക്കി ചോദിച്ചാൽ ഏതിലാണ്? അയ്യോ അതല്ല, അത് രണ്ടും അടിപൊളിയാണ്. പക്ഷെ ഏതിലാണ് ബിനിച്ചേട്ടന് കിക്ക് കിട്ടുന്നത്? ഡയറക്ഷൻ ചെയ്യുമ്പോഴാണ്? ഡയറക്ഷൻ സൈഡാണ്. ഓക്കെ. അപ്പൊ ഡേ ഓഫ് ഡയറക്ടർ എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്ക് ഒരു ദിവസത്തെ പറ്റി അറിഞ്ഞാൽ മതി. തന്മാത്ര എന്ന സിനിമയിലെ മോഹൻലാലിന്റെ മകനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം മോഹൻലാലിനെ ഒരു ചെറിയ ലിഫ്റ്റിനുള്ളില് മസിൽമാന്മാരുടെ ഇടയക്കോടെ ഒളിയിട്ട് കണ്ട ഒരു പരിമൂർത്തിയുണ്ട്. അതിനുശേഷം ഷൂട്ടിംഗ് സെറ്റില് തുടരെ വന്ന സെറ്റില് മോഹൻലാല് കഞ്ഞി മുക്കി വലിച്ചേക്കുന്ന സാരി വലിച്ചേക്കുന്ന ഒരു ചിത്രമാണ്. അത് ആ ചെറിയ ഔട്ട്പുട്ടിലൂടെ കാണുമ്പോൾ എന്തായിരുന്നു ആ ഡേ? ഞാൻ ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കാനായിട്ട് ബ്ലസ് സാറിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അയച്ചു കൊടുക്കുകയും നിരന്തരമായിട്ട് ബ്ലസ് സാറിനെ വീട്ടിലോട്ട് വിളിക്കുകയും ബ്ലസ് സാറിന്റെ ഭാര്യ അവസാനം ഇടം മോനെ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നീട് ഈ പറയുന്ന പോലെ അത് വളരെ ആദർശമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു IMA ഹാളിൽ എവിടെയോ കലൂര് IMA ഹാളിൽ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ടോണി എന്നൊക്കെ പറഞ്ഞാൽ വണ്ണമൊക്കെ ഉള്ളൊരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ടോണി അലക്സിന്. അപ്പോൾ ടോണീനെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടോണപ്പം പറഞ്ഞു ഞാനിവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ അവിടെയാണ്, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ കുറേ സെക്യൂരിറ്റികൾ വന്ന് ഇങ്ങനെ തള്ളി കയറ്റി കൂട്ടത്തിൽ ഒരു സെക്യൂരിറ്റി കൈയുടെ ഇടയിൽപ്പെട്ട് ഞാൻ നിൽക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു നീല ഷർട്ടൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറി ഇങ്ങനെ ഹെഡ്സെറ്റിൽ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ സെക്യൂരിറ്റിയുടെ കൈയുടെ ഇടയിൽ കൂടി നിന്നിട്ടാണ് ഈ മനുഷ്യനെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ലിഫ്റ്റിൽ ആ പറഞ്ഞ IMA ഹാളിലോട്ട് പോകുന്നത് വരെയും ആളെ അടുത്ത് കണ്ടോന്ന് ചോദിച്ചാൽ അടുത്ത് കണ്ടു. എന്നാൽ ഈ പറയുന്ന വളരെ ഇടുങ്ങി കൂടി കൺജസ്റ്റഡ് ആയിട്ടൊരു സിറ്റുവേഷൻ കണ്ട് പുള്ളി ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നത് ഈ ബാക്കിൽ നിന്ന് ടോണിയോടൊപ്പം നിന്ന് ദൂരെ ഈ പറയുന്ന ലേഡീസ് ആൻഡ് ജെന്റിൽമാനിലെ പാട്ടുകളൊക്കെ ഓരോന്നോരോന്ന് റിലീസ് ചെയ്യുന്നതാണ് ലാലേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ ജാവ് കഴിഞ്ഞ സമയത്ത് തന്നെ ഈ സുചിത്ര മാം എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരൊരുമിച്ചിരുന്നാണ് അവിടെ സുരേഷ് ബാലാജി സാറും സുചിത്ര മാമും എല്ലാം കൂടി ഒരുമിച്ചിരുന്നാണ് സിനിമ കണ്ടത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു സമയത്ത് ചെന്നൈയിൽ അവരുടെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയി പ്രണവുമായിട്ടൊക്കെ ഒരു മീറ്റിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു സിനിമ കാര്യങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി നടന്നു. പക്ഷെ അത് മെറ്റീരിയൽസ് ആയില്ല. അപ്പം അന്നും ലാലേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ്റെ ഈ പറയുന്ന അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും പക്ഷെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഇതേ ഉള്ളൂ എനിക്ക് ലാലേട്ടനുള്ള പരിചയം. അപ്പം പിന്നെ കോണ്ടാക്റ്റുകളില്ല, അങ്ങനെ എവിടെയെങ്കിലും കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ലാലേട്ടനുള്ള ഒരു സെറ്റുമായിട്ടുള്ള യാതൊരുവിധ കണക്ഷൻസും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ കഥ പറയാൻ പോയപ്പം ഒരു പരിചയമാണ്, സൗഹൃദം എന്നല്ല അതിന് പറഞ്ഞ ഒരു പരിചയമാണ്. അത് ഭയങ്കര റെസ്പെക്റ്റോടുകൂടി എന്താ പറയുക, ആ ഒരു പരിചയം ഒരിക്കലും ഒരു മോശമായ ഒരു അവസ്ഥയിലോട്ട് പോകരുത് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളൊരു എന്താ കൃത്യമായ റെസ്പെക്റ്റോടുകൂടി കാണുന്നൊരു പരിചയമാണ്. അതങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോഴോ പോലും ഞാൻ ആ റെസ്പെക്റ്റ് വിട്ട് ഒന്നും ഞാൻ ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം എനിക്ക് അത്രയേറെ വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റുകൾ തന്നൊരു മനുഷ്യനാണ്. അത്രയേറെ എന്താ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആളാണ് എൻ്റെ ലൈഫിൽ. അപ്പം പിന്നെ ഈ ആക്ഷൻ വിളിക്കാന്ന് പറഞ്ഞത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് ഈ രണ്ട് മനുഷ്യർക്ക് നമ്മൾ ആക്ഷൻ വിളിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആർക്കാ ആക്ഷൻ വിളിക്കാൻ പോകുന്നത്? നമ്മൾ മോഹൻലാലിനും ശോഭനയ്ക്കുമാണ് ആക്ഷൻ വിളിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഉറക്കമില്ലായ്മ, നമ്മൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യുക, ഇത് ഡ്രീം, നമ്മൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഓരോ നിൽക്കാൻ പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും ഇത് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന് പൂജ കഴിഞ്ഞ് ലാൽസാറും ശോഭന മാമും ഒക്കെ നമുക്ക് ക്ഷയിക്കേണ്ടി നിന്ന് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓണറിൻ്റെ ബാക്കിലൊക്കെ പോയി നിന്ന് ഇവരോടാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മളുടെ ഡയറക്ഷൻ പടയാളികളോട് നമ്മൾ പറയും ഇങ്ങനെ വിളിച്ചു നിർത്തി ക്യാമറാമാൻ ഇങ്ങനത്തെ ഒരു ഷോട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇപ്പോഴും
മേക്കിംഗ് വീഡിയോ കാണാം എല്ലാവരും ബെനിച്ചേട്ടൻ്റെ മൂലയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫാൻ ബോയ് മോനും ഇങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ വന്നിപ്പുണ്ട്. ഷാഹിദ് ചേട്ടൻ ക്യാമറ ബാക്കിൽ പോകണം. ഞാൻ ലാലേട്ടൻ്റെ മുന്നിൽ എടുക്കുമ്പോൾ രണ്ടുപേരും എന്നെ എടുക്കുമ്പോൾ സാർ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് സാർ എന്ന് ചോദിക്കുമ്പോൾ സാർ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാർ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വല്ലാത്ത ഞങ്ങൾക്ക് തന്നെ ചമ്മൽ പോകുന്നൊരു മൊമെന്റ് ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആ സാരി ഇങ്ങനെ ഞാനും ബിൻചാനും കൂടിയാന്ന് തോന്നുന്നു ആദ്യം ആ സാരി അങ്ങനെ വലിച്ചിങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിങ്ങനെ മടക്കി വെക്കണം. അപ്പം സാറിന് ലാലേട്ടൻ ഇങ്ങനെ മൂളും. ശോഭന മാം അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് നാൾക്ക് ശേഷം ചെയ്യണതിന് മുമ്പിൽ അയ്യോ ഈ സാരി ഇങ്ങനെയാണോ പിടിക്കണം അങ്ങനെയാണോ പിടിക്കണം ചുമ്മാ മാമിന് കൂടെ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളിത് ആക്ഷൻ വിളിക്കുന്ന സമയത്ത് മോണിറ്ററിൻ്റെ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിമിഷം ദൈവമേ ഞാൻ എൻ്റെ ഒരു ഡ്രീമാണല്ലോ ഇവിടെ മൊമെന്റിൽ അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണത് ചെയ്തത്. അത് ഒന്നോ ഭാഗത്തെ ടേക്കിൻ്റെ അകത്ത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസിന് മുന്നിൽ അതെനിക്ക് ഓക്കെ ആയിട്ട് കിട്ടിയില്ല. നമുക്കൊന്നും കൂടി ചെയ്യാം സാർ എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ടേക്കിൽ അത് ചെയ്ത് അപ്പോൾ ആ സീക്വൻസിൽ ഒരു പട്ടിയുടെ പാസിങ് കൂടി ഉണ്ടായിരുന്നു. ആ പട്ടി അടക്കം കൃത്യമായിട്ട് പാസ് ചെയ്ത് പോയി. അങ്ങനെ രണ്ടാമത്തെ ടേക്കിൽ അത് കിട്ടി. അതെല്ലാവരും മോണിറ്ററിൽ കണ്ടു. ലാൽസർ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ലാൽസർ ഇങ്ങനെ ബാക്കിൽ നമ്മുടെ കസേര ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. എന്നിട്ടിങ്ങനെ അപ്പം എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡൺ എന്നാണ് പറയാം. ഡൺ. അപ്പം സാർ ഡൺ എന്ന് പറഞ്ഞു. അപ്പം ഡൺ സാർ ഞാൻ ആ ഡൺ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഡൺ 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 ബിനുചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ള സംഭവം, പണ്ട് തേന്മാവിൻ കുമ്മത്തില് ലാലേട്ടൻ, ശോഭന മാം, അതുപോലെ പപ്പു സാർ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ചു. ഈ പടത്തില് അതേ ആൾക്കാരുണ്ട് കൂടെ മകനായിട്ടുള്ള ബിനു പപ്പു അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ രാവിലെ ശോഭന മാം നിനക്ക് വഴി അറിയാൻ പാടില്ല ഒരു സംഭവം കൂടെ ഉണ്ട് ആഡ് ഓൺ ആയിട്ട്. 30 വർഷം മുമ്പ് പിൻഗാമിയിലെ സെറ്റിൽ എടുത്ത ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ലാലേട്ടൻ മോനെ വന്നിരിക്കൂ എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അവിടെ കുറച്ച് ഫണ്ട് ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നടന്നിട്ടുമില്ല, ഫോട്ടോ എടുക്കാൻ പോയിട്ടുമില്ല. അത് പുള്ളി എന്നെ വിളിച്ചിട്ട് ചാറ്റ് ചെയ്യുന്ന ഞാനതിനെ കൊണ്ട് പുള്ളി ഇടക്കിടക്ക് വിളിക്കുമ്പോൾ ഇവിടെ വാ എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ എന്താ എടുക്കുന്നത്, നാളെ ഞാൻ എത്ര മണിക്ക് വരണം, ആ ടൈമും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി അത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അമലെടുത്ത ഫോട്ടോ ആണ് ഞാനും ലാലേട്ടനും കൂടി നിൽക്കുന്ന ആ ഫോട്ടോ. അപ്പം ഞാനത് കുറച്ച് കഴിഞ്ഞാൽ അമൽ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മൂപ്പര് കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ പിൻഗാമിങ്ങിന് തെറ്റ് കോഴിക്കോട് നിന്ന് എടുത്തിട്ടുണ്ടല്ലോ എന്ന്, ഞാൻ സ്കൂൾ പഠിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ അത് എടുത്തിട്ടതാണ്. ഈ ലാലേട്ടനെ ഡയറക്ട് ചെയ്ത ഒരാളെന്ന രീതിയിൽ ലാലേട്ടനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വന്നു പോകുന്നതാണ് മോനെ എന്ന് പറയും സിമ്പിൾ ആയിട്ട്. പക്ഷെ ആസ് എ ഡയറക്ടർ തിരക്ക് പിന്നിലേക്ക് വരുന്ന ഒരു കഥകളിക്കാരന്റെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു ആക്ടറിന്റെ ഉള്ളിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, എങ്ങനെയാണ് അത്? നമ്മള് ലാലേട്ടനെ കുറച്ച് ദിവസങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ സ്റ്റൈല് മനസ്സിലാവില്ല. അപ്പം ഒന്നും അങ്ങനെ ഫീഡ് ചെയ്യേണ്ടതില്ല. അത് അദ്ദേഹത്തിന് എന്താ ഇപ്പം ഫസ്റ്റ് ടേക്കിൽ നമ്മളൊരു ഒരു പരിപാടി ചെയ്യിച്ചു, അല്ലെ ലാലേട്ടൻ ചെയ്തു. അത് ഏതെങ്കിലും കാരണവശാൽ ഓക്കെ അല്ലെങ്കിൽ അടുത്ത ടേക്കിൽ അതായിരിക്കില്ല ചെയ്യുന്നത്, വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അല്ല ഞാനത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞ് നമ്മളെ കാരണത്താൽ അല്ലാണ്ട് വരുന്ന പല മിസ്റ്റേക്സും ഉണ്ട്. അതായത് ഈ ആക്ടർ കാരണം ഒന്ന് ഫോക്കസ് പോവാം, അല്ലെങ്കിൽ വേറെന്താ കാരണത്തിൽ നമ്മളൊരു പാസിങ് വിട്ട് തെറ്റിപ്പോവാം, പല മിസ്റ്റേക്സും വരാം. ഈ ആസ് എ ആക്ടർ എന്നല്ല, അതല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന പല പരിപാടികളും നമുക്ക് തെറ്റിപ്പോകും. ചിലപ്പോൾ വേണ്ട എന്തെങ്കിലും ഒരു സാധനം ആ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല, അത് മറന്നു പോകും. കാരണം ആ തിരക്കിനിടയിൽ വിട്ടുപോകുന്ന അങ്ങനെ പല കാര്യങ്ങളും. അപ്പം പുള്ളി ഇത് അഭിനയിച്ച് കഴിഞ്ഞ് അത് പിന്നെയും രണ്ടാമതൊരു ഡേക്ക് പോയി, അതും സെറ്റായില്ല. മൂന്നാമതൊരു ഡേക്ക് പോയി. കാരണം അത് പുള്ളിയുടെ അഭിനയത്തിന്റെ പ്രശ്നമല്ല, മറ്റേ മിസ്റ്റേക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള സമയത്ത് 4 ഡേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്ക് തരുണിൻ്റെ അടുത്ത് നമ്മൾ അത് ഒരു 4 ഡേക്കോ 5 ഡേക്കോ എങ്ങാനും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തരുൺ വെച്ചടാ ഫസ്റ്റ് ടേക്കിൽ തന്നത് ഒന്ന് ചോദിച്ചു നോക്ക്, നല്ല ആശയം. ഞാൻ ലാലേട്ടാ ഫസ്റ്റ് ടേക്കിൽ റിയാക്ട് ചെയ്തില്ലേ അങ്ങനെ എന്താണ് മോനെ എന്താ അറിയോ, അത് ഒരു കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ഇതാണ് ലാലേട്ടൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ് ഞാനത് അഭിനയിക്കുന്നത്. ഇപ്പം ഇവിടെ വന്നു, ഇവിടെ പാസിംഗ് ഉണ്ട്, ഇവിടെ പാസിംഗ് ഉണ്ട്, ഒരാളെങ്കിൽ
ചായ കൊണ്ട് തരും. ഞാനാകെ ആക്ടറോട് പറയുന്നത് ഈ പാസിംഗ് ഒന്നും പറയില്ല. ആക്ടർ അടുത്ത് എന്താ പറയാ, ആക്ടർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ടെന്നല്ലേ പറയുള്ളൂ. മറ്റതിന്റെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും നടക്കും. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയിരിക്കുകയാണെങ്കിൽ അവിടെ എന്തോരം കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം നമ്മൾ ആ ആക്ടറുടെ അടുത്ത് എന്ന് പറയില്ല. ആക്ടറായിട്ട് റിലേറ്റഡ് ആവുന്നതോ കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ അടുത്താണ് ഈ ഒരു പേപ്പറായിട്ട് ഒരു കുട്ടി വരും, ആ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം, അങ്ങനെ കാര്യങ്ങൾ പറയും. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും. 4ാമത്തെ ഡേക്ക് ആകുമ്പോഴേക്ക് ലാലേട്ടന് മൊത്തം അറിയാം ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ലാലേട്ടൻ എന്നല്ല, ഒരു ആക്ടർ എന്ന നിലയിലാണ് പുള്ളി അന്ന് പറഞ്ഞു തന്നത്. അത് മൊത്തം ഞാൻ മനസ്സിലാക്കും. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ മെക്കാനിക്കലായിട്ടേ അഭിനയിക്കുകയുള്ളൂ. കാരണം ഫസ്റ്റ് വന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പരിപാടി പിന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ പരിപാടിയാണ്. അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ മുന്നേ അത് ഇനി അത് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞൊരു പുള്ളി വേറെ തന്നെ ഒരു സാധനം, അതുമല്ലാതെ വേറൊരു സാധനം. ഇപ്പൊ ലാലേട്ടനെ വെച്ച് സിനിമ ഡയറക്ട് ചെയ്ത ആക്ടർ തരൺമൂർത്തിക്ക് എപ്പോഴെങ്കിലും ലാലേട്ടൻ്റെ ഒരു ഷോട്ട് അഭിനയിച്ചാൽ കൊള്ളാം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഇതിലെന്തോ ഉണ്ട്. അച്ഛൻ വന്നു, മകൻ എപ്പോ ഈ സാധിക്കും ആഗ്രഹം അങ്ങനെ അഭിനയിക്കാൻ. നമ്മൾക്കിപ്പോ ഒരു വളരെ ഭാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് സംവിധാനം എന്ന് പറയുന്നത്. അത് ഇപ്പൊ സഹഎഴുത്തും സംവിധാനം എന്ന് പറയുമ്പോൾ അത് ഒരു മോഹൻലാൽ പ്രോജക്റ്റ്, അതും ഈ ന്യൂ ഏജിൽ വന്നിട്ടുള്ള അല്ലെ ആഫ്റ്റർ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളെ ചൂസ് ചെയ്ത് അത് അദ്ദേഹം അത് ഒരുപാട് പേർക്ക് ഹോപ്പാണ്. ഈ പറയുന്ന പോലെ ഒരുപാട് ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒപ്പത്തിന് കയറി വന്ന എല്ലാ സംവിധായകരും പറയണത് അതൊരു ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. നീ അത് സ്കോർ ചെയ്താൽ ഞങ്ങൾക്കൊക്കെ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പം എല്ലാവരും അതിനങ്ങനെയാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഭയങ്കര കീൻ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അഭിനയിക്കാൻ ആഗ്രഹവും തോന്നിയിട്ടില്ല, അഭിനയിക്കാനുള്ള ശ്രമം നടത്താമെന്നും തോന്നിയിട്ടില്ല. എൻ്റെ ജോലി സംവിധാനമാണ് എന്ന് ഞാനൊരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ നല്ലതാണ് എന്നും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നെങ്കിലും എനിക്ക് അതിൻ്റെ അകത്തൊരു ഈ സിനിമയിൽ ഇവന് ഞങ്ങൾ അവിടെ ഇവിടെ കഴിച്ചിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമ നിങ്ങൾ കാണും. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സിനിമയിലുണ്ട്. എവിടെയെങ്കിലും പാസിംഗിലൊക്കെ പോയി കാണാമായിരിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല. അല്ലെ ഞാനിവന് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ചെറുത് കൊടുത്താൽ ആലോചിച്ചത്. ഇപ്പോ ചോദിച്ച ചോദ്യത്തോട് തന്നെ കണക്ട് ചെയ്തിട്ടാണ്, ആദ്യം ആക്ടിങ് ആയിരുന്നു ഭയങ്കര പാഷൻ ആയിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് പെട്ടെന്ന് ഡയറക്ഷനിലേക്ക് കടക്കാനുണ്ടായത്. സോ ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു ടെൻഷനും ഒരു പേടിക്കണം. അതായത് ഇത്രയും പാഷൻ ആയിട്ടുള്ള ആക്ടിങ് എനിക്കിനി ചെയ്യാൻ പറ്റില്ലേ, ഞാൻ ഡയറക്ഷൻ തന്നെ ചെയ്യാൻ പോവാണോ എന്നുള്ള ആ ഒരു ഫീലിംഗ് അപ്പൊ ഉണ്ടായിരുന്നു? ഇല്ല, ആക്ടിങ് കൊള്ളാത്തോണ്ടാണല്ലോ ഇത്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സൈറ്റ് ചെയ്യിക്കുക, എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മേഖലകൾ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പം സിനിമയിൽ എങ്ങനെ എത്തിപ്പെടാം, സിനിമയിൽ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യാം എന്നുള്ള ചിന്തകളാണ് നമ്മൾ. ആക്ടിങ് എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല. ഒരുപാട് ദൂരെ ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് ഇതിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ചിന്തയാണ് എന്നെ റൈറ്റിങ്ങിലേക്കും സംവിധാനത്തിലേക്കും എത്തിച്ചത്. അപ്പം മനസ്സ് അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേറ്റവും ബെറ്റർ ആകുന്നത് നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ എല്ലാത്തിനും കൂടി അത് വേണം ഇത് വേണം, മറ്റേ ബിന്ദു പണിക്കർ സ്റ്റേഡിയം എല്ലാം കൂടി ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് എൻ്റെ വിഷൻ വളരെ കൃത്യമായിരുന്നു. എനിക്ക് സിനിമയിൽ എന്താ പറയുക, ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എത്തണം. ആ ഡിസിഷൻ മേക്കർ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അതിനൊരു വിഷൻ വേണം. എനിക്ക് എൻ്റെതായ ഒരു എത്തിക്സുകളുണ്ട്, എൻ്റെതായ ഒരു വിഷനുണ്ട്. ആ വിഷനിൽ നിന്നത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനൊന്നല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആവണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ്. ഇത് രണ്ടുമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ഹെഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസുകളാണ്, ആർട്ടുമായിട്ടുള്ള യാത്രകളാണ്, ജേണികളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈറ്ററായി, സംവിധാനമായി. ഒരിക്കലും അതൊരു നഷ്ടമെന്ന് തോന്നുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ആക്ടിങ് അല്ല, അങ്ങനെ ഒരു കിക്കില്ല. അങ്ങനെ സൗദി വെള്ളക്കകത്ത് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് മഴയെ കുറിച്ച്. മഴ തോർന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നമുക്കൊരു ബാധ്യതയാണെന്നുള്ളൊരു ഡയലോഗ്. അതിനുശേഷം അപ്പം മനസ്സിലായി മഴ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ലാലേട്ടൻ മഴയത്ത് നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്.
സ്പോയിലർ ആണെങ്കിൽ എന്നെ ഒന്നും വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഷോട്ട് എടുത്ത എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റും? ജൂണിലായിരുന്നു സിനിമ ഷൂട്ട് ചെയ്തത്. നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. മോനെ മഴയുടെ കാര്യം പറയല്ല. ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റിൽ മഴ ഒരു ക്യാരക്ടറാണ്. മഴ ഒരു സ്റ്റേജ് മുതൽ സ്റ്റേജ് വരെ ഫുൾ മഴയാണ് ആ സിനിമയിൽ. അപ്പം ലാലേട്ടനോട് നമ്മൾ നനയാൻ ഉള്ള സീക്വൻസ് പറയുന്ന സമയത്ത് എനിക്കൊരു ചെലപ്പാണ്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കാൻ പറയും അങ്ങനെ. പക്ഷെ ലാലേട്ടൻ അങ്ങനെ നനയുന്നതുകൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മള് മഴയുള്ള സീക്വൻസ് ആണെങ്കിൽ നമ്മള് ഇവര് കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സീക്വൻസ് ചേർത്തൊരു കാര്യമാണ്. ആ സീക്വൻസ് അതിനെ കൊണ്ട് പറയാം. ലൈക്ക് ആ ഷോട്ടിന് പുള്ളി വന്നിട്ട് പുള്ളി ഫസ്റ്റ് ലൈക്ക് മഴയത്ത് നനയാൻ റെഡിയായി വന്ന് നിന്ന് അത് രാത്രി ഷൂട്ട് ചെയ്യുന്നു. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു ആ ഷൂട്ട്. അത് ആ സീക്വൻസ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കാരവാനിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നിട്ട് ഞങ്ങളത് ശരിക്കും മഴയല്ല, ആർട്ടിഫിഷ്യൽ റെയിനാണ് അത്. പുള്ളി വന്ന് നിന്ന് ഫസ്റ്റ് റെയിൻ ഓൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി നിന്ന് നനഞ്ഞി ഫസ്റ്റ്. എന്നിട്ടാണ് പുള്ളി ഒറ്റക്ക് ഇങ്ങനെ നിന്നൊരു ആ ഒരു ഫോട്ടോ ഉണ്ട്. ഒറ്റക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നനയുന്നുണ്ട്. അപ്പൊ ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അയ്യോ ഷോട്ടിന്റെ സമയത്ത് നനച്ച പറയാം. പറഞ്ഞ് എല്ലാം പുള്ളി തന്നെ പറഞ്ഞതാണ്, ഓൺ ചെയ്യാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫുള്ള് നനഞ്ഞ് ഫുള്ള് സെറ്റ് ആയി വന്നിട്ട് എന്താ നമ്മൾ എടുക്കുന്നത്. എനിക്ക് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും അല്ല ലാലേട്ടൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത്, ലാലേട്ടൻ അങ്ങനെ നനയിക്കണോ ഷോട്ടിന് പറയുന്നത്? പുള്ളിക്ക് ഇങ്ങനെയൊക്കെയല്ലേ നനയാൻ പറ്റുള്ളൂ നനഞ്ഞോട്ട്. പുള്ളി ഇങ്ങനെയൊക്കെയല്ലേ മഴ കൊള്ളാൻ പറ്റുള്ളൂ, മഴ കൊണ്ടോ. അല്ലെങ്കിൽ ആരും മഴയൊന്നും വെയിലൊന്നും കൊള്ളിക്കാണ്ട് കൊണ്ട് നടക്കുമല്ലേ. അപ്പം പുള്ളിയുടെ ഒരു കൊതി അങ്ങനെ. അപ്പം ഭയങ്കര രസമായിട്ട് മഴയൊക്കെ നനയുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും പിടിച്ച് നനച്ചിട്ട്. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? റിയാക്ട് ടു കമന്റ്സ് എന്നാണ് സെഗ്മെന്റ്. എവിടെയൊക്കെ പോകാനാണ്? കമന്റ്സ് എന്നാണ്. നമ്മൾ കുറച്ച് കമന്റ്സ് വായിക്കും. നമ്മുടെയൊക്കെ ട്രെയിലറിനും വീഡിയോ അപ്പം അതിനെങ്ങനെയാ റിയാക്ട് ചെയ്യുന്നുള്ള. അതായത് വിദ്യാഭ്യാസം കുറഞ്ഞ മോഹൻലാലിനെ അല്ലെ ലാലേട്ടനെ പേടിക്കണമെന്നൊരു കമന്റ് ഉണ്ട്. കാരണം ലാലേട്ടൻ വന്ന സിനിമകള് അത്തരം സിനിമകൾ ഭയങ്കരമായിട്ടും വർക്കായിട്ടുണ്ട്. ദൃശ്യമാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇതിൽ പേടിക്കേണ്ട കാര്യമുണ്ട്? ലാലേട്ടൻ ഒരു സിനിമയായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. വിദ്യാഭ്യാസം ഉള്ളതായാലും വിദ്യാഭ്യാസം ഇല്ലാത്തതായാലും ഇതൊക്കെ ഫാൻ മെയ്ഡ് തിയറീസ് അല്ലേ. നമ്മൾ എന്താ പറയാ, ഒരു മോഹൻലാൽ സിനിമ കാണാനല്ലേ വരുന്നത്. അതിന്റെ അത് ലാലേട്ടൻ വിദ്യാഭ്യാസം ഉണ്ടോ, വിദ്യാഭ്യാസം അല്ല ഞാൻ പറഞ്ഞ കമന്റ് അങ്ങനെയാണ്. അത് അത്രേ ഉള്ളൂ. ലാലേട്ടൻ ഒരു സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മള് പേടിക്കണേക്കാൾ നമ്മൾ സന്തോഷിക്കണം. ഓക്കെ, ഞാൻ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജാവയിലെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് മൈൻഡ് ആ പടത്തിന്റെ ബാക്കി തന്നെയാണ് ഇത്. കാരണം ഫസ്റ്റ് ഒരു ഫുൾ ഇമോഷൻ പിടിച്ച് നമ്മൾ പോകുന്ന ഒരു പടമാണ്. പെട്ടെന്ന് ക്രൈം സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിനുശേഷം തുടരുവിന്റെ ബാക്കിയൊരു പോർഷൻ കാണുന്നത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ആ സിനിമയിൽ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള പ്രൊമോഷൻ കണ്ടന്റിലൊന്നും ആ സിനിമ തുടരുവിനെ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ട് തിയേറ്ററിൽ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടി ഞാൻ പിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സിനിമയിലുള്ള കണ്ടന്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് ഒരു ആ സിനിമ. അങ്ങനെ ഇന്ന് മൊത്തം കഥ പറയുവാണെന്നുണ്ടെങ്കിൽ അല്ല കഥ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലല്ലോ നമ്മൾ പ്രൊമോഷൻ കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആ സിനിമയിലുള്ള ഷെയ്ഡ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ അത് ഫാമിലി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അതിൻ്റെ അത് ഈ പറയുന്ന പോലെ കുറച്ച് ചേഞ്ച് ഓവേഴ്സ് ഉണ്ട് എന്നുള്ളതിനൊക്കെ വളരെ കൃത്യമായിട്ട് യാതൊരു ഒരു ഹൈഡ് ആൻഡ് സീക്സും ഇല്ലാണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ ഷെയ്ഡ്സ് എല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഉള്ളതാണല്ലോ സിനിമ. പിന്നെ കാണാൻ വരുന്ന പ്രേക്ഷകന് എന്തെങ്കിലും വേണ്ടേ? അതെ, എല്ലാം കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മള് കഥ ആദ്യം പബ്ലിഷ് ചെയ്ത് ഓക്കെ നിങ്ങളെ ഈ കഥയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിൽ കുറച്ചുകൂടി സുഖം. കാരണം കാണാൻ വരുന്ന പ്രേക്ഷകന് എന്തെങ്കിലും ഒന്നും വേണ്ടേ? കാരണം ലൈക്ക് ഡെഫിനറ്റ്ലി ഓക്കെ ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അതുപോലെ നമ്മള് എന്തൊക്കെയാണോ സിനിമയിലുള്ളത് അതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ വരുന്നു എന്നുള്ളത് സിനിമ കണ്ട് എന്തുകൊണ്ടാണ് ആ ചേഞ്ച് ഓവർ വരുന്നത്, എന്തിനാണ് ആ ചേഞ്ച് ഓവർ വരുന്നത് എന്നൊക്കെ സിനിമ കാണുമ്പോൾ കിട്ടും. ഒരു ഡൗട്ട് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പോ ഫാമിലി ഡ്രാമ ആണെന്ന് പറഞ്ഞു, പക്ഷെ അതോടൊപ്പം തന്നെ 16+ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണേ. അപ്പൊ കുട്ടികളെ കൊണ്ട് വന്ന് കാണാൻ പറ്റാത്ത
തരത്തിലുള്ള മൂവിയാണ്? അയ്യേ ഛേ. നീ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ? അയ്യോ നമ്മുടെ സെൻസർ ബോർഡ് അനുവദീയമായിട്ടുള്ള കുറെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് UA16+ ആണ്. അതിപ്പോൾ നമുക്ക് ഐഡി ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല, നമ്മളിത് ഐഡി ചെയ്യുന്നില്ല. അത് ഓൾറെഡി അതിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളിലും ഒക്കെ ഈ സിനിമ UA16+ ആണെന്ന് കൃത്യമായിട്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളും നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ വളരെ കൃത്യമായിട്ട് UA16+ എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ സിനിമ ഇടുന്നത്. ഇനി UA16+ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് വരണോ വേണ്ടയോ എന്നുള്ള പൊതുബോധവും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിനിടയിലുണ്ട്. ഇനി ഞാനിത് ഇവിടെ ഇരുന്ന് പറയണം, അത് കേരളം അതാണോ ആവശ്യം? അയ്യോ, ഒരിക്കലുമില്ല. എന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തുടരുമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തില് തുടരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കുറച്ച് സിനാരിയോസ് പറയാം. തരുൺ മൂർത്തി സിനിമകളിലും വിനുപപ്പ് സിനിമകളിലും തുടരാൻ ചാൻസ് ഉള്ള എന്തായിരിക്കും? ഞങ്ങളുടെയൊക്കെ അടുത്ത സിനിമ ഞങ്ങൾ രണ്ടാളും തന്നെയാ ചെയ്യുന്നത്, അത് തുടരും. അതെ, ബിനുചേട്ടൻ എഴുതുന്ന ഒരു സിനിമയാണ് ഞാൻ അടുത്തത് തരുണാണ് ഡയറക്ട് ചെയ്യുന്നത്, ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഓൾറെഡി കരക്കമ്പിയുള്ള അതെ അതെ. അതുകൊണ്ട് അത് തുടരും. ഓക്കെ. ഓപ്പറേഷൻ ജാവ എന്ന് തുടരും. ഓപ്പറേഷൻ ജാവ തുടരാനുള്ള സാധ്യതകൾ അറിയില്ല. അത് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഐഡിയയൊക്കെ ആലോചിച്ചിരുന്നു. അപ്പം ഓൾറെഡി കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പം കണ്ണൂർ സ്കോഡിൽ ആലോചിച്ചിരുന്ന ചില ഏരിയാസ് ഒക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന ജാവ 2-ലും ഉണ്ടായിരുന്നത്. പിന്നെ അപ്പം അത് അതിൻ്റെ അത് പിന്നെ ചെയ്ത് തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇപ്പം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനപ്പുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് ജാവ 2-ൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. പിന്നെ അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട് എനിക്ക്. സിനിമകളുടെ പേരിൽ തന്നെ, സിനിമയായിട്ട് തന്നെ കുറച്ച് കമ്മിറ്റ്മെൻറ്റിലുണ്ട്. അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും രണ്ടാളിലും സിനിമ തുടരും. സിനിമ തുടരും. നാട്ടിൽ എന്ത് തുടരും? നടക്കുന്നൊക്കെ തന്നെ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ നാട്ടിലെന്താ, നാട്ടിൽ സിനിമ രാവിലെയാവും, രാത്രിയാവും, പിന്നെയും രാവിലെയാവും, പിന്നെയും രാത്രിയാവും. ഇതിങ്ങനെ തുടരും. നാട്ടിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്നേഹം തുടരും. വലിയ ആളായി പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും തുടരും. അത് മാറാൻ പോണമെന്നില്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, കാറ് കണ്ട അന്ത ആളുടെ കിളി പോകും. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് കണ്ടാലാണ് കിളി പോകുന്നത്? ഇപ്പം ഡയറക്ടർ എന്ന നിലയിൽ സെറ്റിൽ നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും. കിളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയുടെ കിളി പോവും. അതുകൊണ്ട് കിളി പോവാണ്ടിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ സക്സസ് ആയാലും പരാജയമായാലും കിളി പോകാണ്ടിരിക്കാൻ നോക്കും. കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ സക്സസിന് പിന്നാലെ പോയി കിളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. പരാജയമായി എന്ന് പറഞ്ഞ് കിളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ സോ കിളി പോവുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ ആസ് എ ഡയറക്ടർ ഞാൻ വിശ്വസിക്കുന്നില്ല. തഞ്ചേട്ടന്റെ ഇപ്പം കഴിഞ്ഞ 2 പടങ്ങളിൽ ഇല്ലാത്തൊരു സംഭവമാണ് ആന്റിസിപ്പേഷനും ഹൈപ്പും. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സിനിമയിൽ ഇത് രണ്ടും ഉണ്ട്, ഹൈപ്പും ആന്റിസിപ്പേഷനും. നെർവസ് ആവുന്നുണ്ടോ? എന്താണ് ആ ഒരു ഫീലിംഗ്? സ്റ്റെല്ലർ കാസ്റ്റ്, അപ്പം ആ ഒരു സാധനമൊക്കെ പിടിച്ചിട്ട്. ഇല്ല, ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ സിനിമയെ പറ്റി സിനിമ എന്താണോ ആ സിനിമ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കണ്ടന്റ് വൈസ് നമ്മൾ ഓൾറെഡി പബ്ലിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റേഴ്സ് വഴി, ട്രെയിലേഴ്സ് വഴി, സോങ് വഴി. ഇപ്പം കൺമണിപ്പൂവേ എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റ് ചാർട്ട് എന്നാണ് സോണി നമ്മളോട് പറയുന്നത്. റേഡിയോ സ്റ്റേഷനിൽ പറയുന്നത് റേഡിയോയിലെ നമ്പർ 1 ആയിട്ട്. അപ്പം നമ്മൾ കൊടുത്തൊരു കോണ്ടന്റ് അത്രയേറെ ട്രെൻഡിങ്ങിൽ പോയി, അത്രയേറെ ആളുകൾ കേട്ട് അത് തുടരുമെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ആസ് എ ക്രിയേറ്റർ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ കൊടുത്തൊരു ട്രെയിലർ ദിവസങ്ങളോളം ഇവിടെ ട്രെൻഡിങ് 1-ൽ പോയൊരു ട്രെയിലറാണ്. ആ ട്രെയിലറിൻ്റെ അത് വളരെ കൃത്യമായിട്ട് ആ സിനിമയുടെ സ്വഭാവത്തിൻ്റെ 2 ഫേസുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഈ പറയുന്ന 25 എന്ന് പറയുന്നത് ലോകമെമ്പാടും എല്ലാ ഓൺലൈൻ മീഡിയ വഴിയും എല്ലാ ഓഫ്ലൈൻ മീഡിയ വഴിയും ഞങ്ങൾ അറിയിക്കുന്നു. അപ്പം ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ബൈ മാർക്കറ്റിംഗ് വൈസ്. പിന്നെ ചെയ്തിരിക്കുന്ന എനിക്ക് തന്ന സ്ക്രിപ്റ്റിലും, ആ സ്ക്രിപ്റ്റ് നമ്മൾ സിനിമയാക്കി കാണുന്ന കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട ആ സിനിമയിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആത്മവിശ്വാസനങ്ങൾ ഉപരിയായിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര
സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഇനിഷ്യലുകളെ പറ്റിയോ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് എത്ര ക്രോർ ക്ലബിൽ കയറി എന്ന് പറയുന്ന പേരിനെ പറ്റിയോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തലയിലെടുത്ത് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇവിടുത്തെ ഇത്ര കോടി ക്ലബിൻ്റെ ഒരു ഡയറക്ടറായിട്ട് നിൽക്കണം എന്നുള്ളതല്ല. അത് വിചാരിച്ചുകൊണ്ടുമല്ല നമ്മൾ സിനിമ ചെയ്യാൻ വരുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ നമ്മളെപ്പോലത്തെ ഒരു സംവിധായകനിലേക്ക് വിശ്വാസം അർപ്പിച്ച് വരുമ്പോൾ അദ്ദേഹത്തെ ആ നടനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആ നടൻ സ്റ്റാറിനെയും ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ മാനദണ്ഡം. അപ്പം അത് ഏറ്റവും നന്നായിട്ട് സ്റ്റാറിനെയും ആക്ടറിനെയും ഒക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു സിനിമ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സിനിമ എക്സ്പീരിയൻസിൽ നിന്ന് സിനിമകൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴും സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കണം. നമ്മൾ ലാലേട്ടനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് ഈ സിനിമ. അല്ലെങ്കിൽ ചെയ്യിച്ചിട്ടുണ്ടെന്നല്ല, ആ മനുഷ്യൻ നമുക്ക് വേണ്ടി അത് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ ആൻറ്റിസിപ്പേഷനും ഹൈപ്പും ഒക്കെ. ഇപ്പൊ എല്ലാവരും സിനിമ റിലീസ് ആവുന്ന നേരത്ത് പ്രൊമോഷൻ ഒക്കെയാണ്, മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. തുടരുമിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? തുടരും ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ലാലേട്ടൻ്റെ വർഷങ്ങളായിട്ട് ലാലേട്ടനെ മനസ്സിൽ കൊണ്ട് നടക്കി. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു നല്ല സിനിമ ഇറങ്ങിയാൽ സന്തോഷിക്കുകയും മോശം സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ലാലേട്ടൻ ഒരു മോശം സിനിമ ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഒരു സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് ഉണ്ട് ലാലേട്ടൻ്റെ. അങ്ങനെ അവർ ഓൺലൈനിൽ വന്നിരുന്ന് എഴുതി വിമർശിക്കുകയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമാണ് ആ മനുഷ്യനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കും. അത് നല്ലൊരു സിനിമ ലാലേട്ടനും ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, പരാതിയോ പരിഭവങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർ വല്ലപ്പോഴൊക്കെ തിയേറ്ററിലോട്ട് എത്തുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളൊരു സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുൻകൈ എടുത്ത് വരിക എന്നാണ് എൻ്റെ ഒരു എളിയ വിശ്വാസം. അപ്പം അവർക്ക് എന്താ പറയുക, ഞങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നോ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ അത്ര ഇമോഷൻസ് ഇല്ല എന്നോ ഒക്കെ പറയുന്ന ഒരു ഇൻഫ്യൂരിറ്റീസൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവരിങ്ങനെ ഹൈഡ് ഔട്ട് ചെയ്ത് നിൽക്കുവാണ്. ഇത് അവരുടെ ടേസ്റ്റിൽ പെടുന്ന, അവരെ കൃത്യമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന മൊമെൻറ്റുകളുള്ള ഒരു കൃത്യമായ കഥ പറച്ചിലുള്ളൊരു സിനിമയാണ്. തുടരുമിനൊരു കൃത്യമായിട്ടൊരു കഥ പറച്ചിലുണ്ട്. കുറച്ച് നാളുകളായിട്ട് സിനിമകളിൽ നിന്ന് മാറിപ്പോകുന്നൊരു കഥ പറച്ചിൽ സ്വഭാവത്തിൽ നിന്ന് മാറി ഇത് കൃത്യമായിട്ട് കഥയിൽ ഊന്നി തന്നെ ആണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. കഥയിൽ ഊന്നി തന്നെയാണ് ഞങ്ങൾ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്, പെർഫോമൻസ് ഒക്കെ ചെയ്തത്. അപ്പം ഒരു കഥ പറച്ചിലുണ്ട്. അപ്പം ആ കഥ പറച്ചിൽ കൃത്യമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന യങ് ജനറേഷൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യങ് ജനറേഷനെയും കൃത്യമായിട്ട് അവരെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് ഇതൊരു ഓൾഡ് ജനറേഷൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ നേരത്തെയും പലയിടത്തും പറഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്നത് ഓൾഡ് ജനറേഷൻസ് ഹീറോയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ജനറേഷനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വൈസ് ഇതാണ്. ഇപ്പം കൂടുതലും ഞങ്ങൾ ഓഫ്ലൈനിലാണ് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന പോലെ സിനിമയിൽ നിന്ന് അകന്നു പോയിരുന്ന, അല്ലെങ്കിൽ ഈ പുതിയ ന്യൂ ഓൺലൈൻ മീഡിയക്കാർ ഉണ്ടാക്കിയെടുത്ത സിനിമ ഓൺലൈനിലാണെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ശരിയാണ്, സിനിമ ഓൺലൈനിൽ തന്നെയാണ്. സിനിമയുടെ പല കാര്യങ്ങളും എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ തന്നെയാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സിനിമ അങ്ങനെ കണ്ടാളുന്നുണ്ട് തിയേറ്ററിൽ പോകണം. സിനിമയും ആ രീതിയിലോട്ട് തന്നെയാണ് നമ്മൾ കാണാം. ഇപ്പം എല്ലാവരും OTT എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ അപ്പോഴാണ് എല്ലാവരും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പുതിയ ടേം ഉണ്ടാക്കി സിനിമേനെ തിയേറ്ററിലോട്ട് കൊണ്ടുവരാൻ തന്നെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഓഫ്ലൈൻ ബേസ് കുറച്ച് കാര്യമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് സിനിമയിൽ സ്പെൻഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യാൻ രജപുത്ര എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയ്ക്ക് മുന്നേ ടെക്നീഷ്യൻസ് ആണ് സിനിമയ്ക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞൊരു സ്ട്രോങ് വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം അതേ സിനിമ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ബിനുചാൻ ഇവിടെ എടുത്തിരിക്കുന്നതും ഇതിൻ്റെ ഒരു കോ ഡയറക്ടർ എന്ന രീതിയിലാണ്. ഞാൻ ഒരിക്കലും ആക്ടറായിട്ട് സംസാരിക്കേണ്ട, നിങ്ങൾ കോ ഡയറക്ടറായിട്ട് സംസാരിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അത് ചിലപ്പം ഭയങ്കര ഇമ്മച്വർ ആയിരിക്കാം, അല്ലെങ്കിൽ അടിയിൽ വരുന്ന ഇപ്പം ഞാൻ ഈ പറയുന്ന അടിയിൽ വരുന്ന കമൻറ്റുകൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഞാനിവിടെ ശോഭന മാമിനെയും ലാലേട്ടനെയാണ് കൊണ്ടിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ പിന്നെ എന്താ കാണാനുള്ളത്? ഇപ്പോൾ നിങ്ങൾക്കൊരു കൊതിയുണ്ട്, ഇനി ശോഭന മാമിനെയും ലാലേട്ടനെയും സിനിമയിൽ കാണണം, അതെന്താണ് അവർ ചെയ്ത്. ഇപ്പം ഇവിടെ വന്നിരുന്ന ലാലേട്ടനും ശോഭന അവരിരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഓറയുണ്ട്, അവർക്കൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പം ആ കെമിസ്ട്രി കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ആ കെമിസ്ട്രി കണ്ട് ആസ്വദിക്കേണ്ടത്
സ്ക്രീനിലാണ്. അപ്പം ഞാൻ ഒരിക്കലും ഈ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ പർപ്പസായിട്ട് ലാലേട്ടനെയും ശോഭനാവിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആഫ്റ്റർ റിലീസിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റിലാണെങ്കിൽ നമുക്കത് ചെയ്യാം, നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് വരുന്ന സമയത്തും ഒക്കെ ബിൻചേട്ടനാണ് സംസാരിച്ചത്. നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമ ആളുകൾ ചിലപ്പം പറയുമായിരിക്കും അവർ വന്നിരുന്നില്ല, ഇവർ വന്നിരുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഈ സിനിമയിൽ അങ്ങനെ എല്ലാ ടെക്നീഷ്യൻ നിങ്ങൾ അറിയുന്നുള്ളതാണ്. ഇപ്പം ഷാഹി ചേട്ടൻ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, ക്യാമറമാൻ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അതിൻ്റെ വ്യൂസ് ഒന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. പിന്നണി പ്രവർത്തകരാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ മുന്നണി പ്രവർത്തകർ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുക, അങ്ങനെയൊരു പുതിയൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അത് ആളുകൾക്ക് എന്ത് തേങ്ങ ഐഡിയ എന്നൊക്കെ ചോദിക്കുമായിരിക്കും, ക്രിഞ്ച് എന്ന് പറയുമായിരിക്കും. ബട്ട് ഞാൻ ബിലീവ് ചെയ്യുന്നത് ആ സിനിമയിലുള്ള കാസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു, ആ സിനിമയുള്ള ആക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു, ആ സിനിമയിലുള്ള ആളുകളുടെ കെമിസ്ട്രി എന്താണെന്നുള്ളതൊക്കെ സ്ക്രീനിൽ കാണാൻ അവരുടെ ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരുത്തില്ല. അവർ കൊണ്ടുവന്ന ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഇപ്പം ഇപ്പം പരസ്യങ്ങൾ വരുന്നതിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ പ്രോഗ്രാമുകൾ വരുന്നതിൻ്റെ ആക്ടേഴ്സ് എപ്പോഴും കൊതിപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞൊരു അവർ സിനിമയിൽ കാണാനുള്ള ആളുകളാണ്. അവരുടെ ബ്രാൻഡും അവർക്ക് കിട്ടുന്ന വാല്യൂ ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് തിയേറ്ററിലാണ്. അപ്പോഴാണ് നമുക്കൊരു കൊതി വരുള്ളൂ. എപ്പോഴും ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, ആ പുതുമ നഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ ഈ സിനിമയിലൂടെ ആഗ്രഹിക്കുന്നത് ലാലേട്ടനെ ശോഭന മാമിനെയും നിങ്ങൾ തിയേറ്ററിൽ കാണാൻ സ്ക്രീനിൽ കാണുക. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ നിങ്ങൾ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർക്കും പറയാൻ കുറേ ഉണ്ടാവും. അല്ലെങ്കിൽ അവരും ഈ പറയാൻ പാടുണ്ടോ, ഇത് പറയാൻ പാടുണ്ടോ. ഈ ബിഫോർ റിലീസ് ഇന്റർവ്യൂസ് ഒരു ആക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ പകുതി കാര്യമോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല, ഒരക്ഷരം ഉണ്ടാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കും ചോദ്യങ്ങൾ ലിമിറ്റഡ് ആയി. പിന്നെ നിങ്ങൾ അടുത്ത സിനിമ ഏതാന്നുള്ള ചോദ്യത്തിലേക്ക് പോയി, പിന്നെ നിങ്ങൾ പഴയ കാര്യത്തിലേക്ക് പോയി, പിന്നെ നിങ്ങൾ അത് മുന്നോട്ട് ബാക്കോട്ട് തട്ടി കളിക്കും. ആഫ്റ്റർ റിലീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പറയാൻ ഒരുപാടുണ്ടാവും. ആസ് എൻ ആക്ടർ അവർക്കുണ്ടായ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ പോയത്, കഥയിലേക്ക് കടന്ന് സംസാരിക്കാൻ പറ്റും. ഇതിപ്പം സിനിമയാണ് നമ്മൾ പ്രയോറിറ്റി, സിനിമയാണ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫാമിലി ഡ്രാമ ആണ്. ഈ സിനിമ ഫാമിലി ഡ്രാമ എന്ന് വെച്ചാൽ അത് ഫീൽ ഗുഡ് അല്ല. അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാമിലി ഡ്രാമ ഫീൽ ഗുഡ്, ഫാമിലി ഡ്രാമ ഫീൽ ഗുഡ് മറ്റേ പാട്ട്. ഫാമിലി ഡ്രാമ എന്ന് വെച്ചാൽ ഫാമിലിയിൽ നടക്കുന്ന നാടകീയമായ കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ആ നാടകീയമായ കാര്യങ്ങൾ എന്താണ് എന്ന് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയില്ല. അതുകൊണ്ടാണ് ഇതൊരു ഫീൽ ഗുഡ് ആയിട്ട് ദയവ് ചെയ്ത് ആരും കാണരുത്. ആ ട്രെയിലറിൻ്റെ അകത്ത് അത് ഫീൽ ഗുഡ് ട്രെയിലർ അല്ല. ഞങ്ങൾ വിടുന്ന പോസ്റ്റേഴ്സ് ഫീൽ ഗുഡ് പോസ്റ്റേഴ്സ് അല്ല. ഞങ്ങൾ വിടുന്നതിൻ്റെ അത് മിക്സ് ചെയ്യുന്ന മീനിങ് എന്താണ്, അതിൻ്റെ അകത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറയുന്നതിന് വിശ്വസിക്കുക. ലൈറ്റ് മൂവ്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ സിനിമയിലുള്ള മൂവ്മെന്റ് ആണ് നിങ്ങൾ പോസ്റ്ററിലായിട്ട് കാണുന്നത്. അപ്പോ ഓപ്പറേഷൻ ജാവ വന്നു, അത് സൈലന്റ് ആയിട്ട് വന്നു, എന്നിട്ട് അത് അടിപൊളിയായി മാറി. അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക വന്നു, അതും വന്നിട്ട് ലാസ്റ്റില് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 3rd times a charm എന്ന് പറയും. അപ്പം രണ്ടുപേർക്കും ഈ ഒരു സിനിമ ഒരു ലക്കി ചാമായി മാറട്ടെ. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും നെക്സ്റ്റ് കോംബോ ഫിലിം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പടം. അപ്പം ഈ ഒരു പടവും അടിപൊളിയായിട്ട് മാറട്ടെ. ബെസ്റ്റ് വിഷസ് ഫോർ ബോത്ത് ഓഫ് യു. താങ്ക് യു.